അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അന്ത്യനാൾ അടുക്കുമ്പോൾ ലോകത്ത് ധാരാളം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാണ്. അക്കൂട്ടത്തിൽ ഈ സമുദായത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഈ സമുദായത്തിൽ ഉള്ള ആളുകൾ ചിലർക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ത്വബറാനി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സയുസീബു ഉമ്മത്തി ദാഉൽ ഉമം, ഈ സമുദായത്തിന് ദാഉൽ ഉമം പിടിപെടും. സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബി എന്താണ് ദാഉൽ ഉമം? അപ്പോൾ അവിടെ നിന്ന് വിശദീകരിച്ചതായി കാണാം, അൽ അഷറു വൽ ബത്റു വത്തകാസുറു വത്തശാഹുനു ഫിദ്ദുനിയ വത്തബാഗുളു വത്തഹാസുദു ഹത്താ യകൂനുൽ ബഗി. ഇങ്ങനെയാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. എന്താണ് അവിടെ നിന്ന് പറയുന്നത്? അൽ അഷർ, ഒന്നാമതായി ഈ സമുദായത്തിന് പിടിപെടുന്ന രോഗം അഷറാണ്. എന്ന് വെച്ചാൽ അള്ളാഹു നൽകിയ നിഅമത്തുകൾ നിഷേധിക്കുക. റബ്ബ് ഓരോരുത്തർക്കും ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. വലിയ സമ്പത്ത് നൽകിയിട്ടുണ്ട്, സന്താനങ്ങൾ നൽകിയിട്ടുണ്ട്, വലിയ വീടുകൾ, വാഹനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് ധാരാളം നിഅമത്തുകൾ അല്ലാഹു തആല നൽകിയപ്പോൾ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അല്ലാഹു തആല നൽകിയതാണെന്ന ബോധമൊന്നുമില്ലാതെ അതിനെ നിഷേധിക്കുന്ന രൂപത്തിലായിരിക്കും അവൻ്റെ സംസാരമുണ്ടാവുക. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു വൽ ബത്റു എന്ന് വെച്ചാൽ അത്തുഗ്യാനു ഇൻദ നിഅമത്തി എന്ന് വിശദീകരിച്ചത്. അള്ളാഹു തആല നിഅമത്ത് നൽകുമ്പോൾ അതിനെ അക്രമപരമായി അതിനെ ഉപയോഗപ്പെടുത്തുക. എങ്ങനെ? വലിയ സന്തോഷവേളകൾ വരുമ്പോൾ വിവാഹം, അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന മറ്റ് സൽക്കാരങ്ങൾ, അതുപോലെ തന്നെ ഓരോരുത്തരുടെ വീടുകളിൽ നടത്തപ്പെടുന്ന സന്തോഷ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹു നൽകിയ നിഅമത്തുകളെ മറന്നുകൊണ്ട് ഇസ്ലാമികമായ ചുറ്റുപാടുകളിൽ നിന്നെല്ലാം മാറി വ്യതിചരിച്ചുകൊണ്ട് തോന്നിയതുപോലെ അള്ളാഹു നൽകിയ നിഅമത്തുകൾ ചെലവഴിക്കുക. ഖൈറായ വഴിയിൽ ചെലവഴിക്കാൻ അവൻ വിശുദ്ധത്തരം കാണിക്കും. എന്നാൽ ഇത്തരം തോന്നിവാസങ്ങൾക്ക് വേണ്ടി മഞ്ഞ കല്യാണമായിട്ടും അതുപോലെ തന്നെ പല രൂപത്തിലും അറിയപ്പെടുന്ന പല വൃത്തികെട്ട കാര്യങ്ങൾ, ഇതിനു വേണ്ടി എത്ര സമ്മതി ചെലവഴിക്കാനും കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇപ്പോൾ ഓരോന്നോരോന്ന് പുതുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ സമ്പത്ത് ചെലവഴിക്കാൻ യാതൊരു മടിയുമില്ലാത്ത രൂപത്തിൽ സന്തോഷവേളകൾ വരെ ആഭാസമാകുന്നൊരവസ്ഥ വന്നു ചേരും. അതാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞ വൽ ബത്ർ എന്ന് പറഞ്ഞാൽ. മൂന്നാമതായി അവിടെ നിന്ന് പറയുന്നുണ്ട് തക്കാസുറു, അതേ മേന്മ നടിക്കുക. അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് ഞാൻ വലിയ സമ്പത്തിൻ്റെ ഉടമയാണ്, എനിക്കവിടെ ഇത്ര സ്ഥാപനങ്ങളുണ്ട്, ഇത്ര കച്ചവടങ്ങളുണ്ട്, ഇത്ര വീടുകളുണ്ട്, വാഹനങ്ങളുണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ വലിയ മേൽമ നടിച്ച് പറയുക. വത്തശാഹുനു ഫിദ്ദുനിയ, ദുനിയാവിൽ അസൂയയോടുകൂടെ അതുപോലെ തന്നെ അഹങ്കാരിയായി നടക്കുക. മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളുണ്ട്. വത്തബാഗുളു വത്തഹാസുദു, മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളൊക്കെ നീങ്ങിപ്പോകണം, അവനത് വേറെന്തൊക്കെയോ രൂപത്തിലുണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് പല നിലക്കുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞുണ്ടാക്കിയിട്ട് അവൻ്റെ നിഅമത്തുകൾ എടുത്തു കളയാൻ വേണ്ടി മനസ്സിൽ കൊതിക്കുക. ഇങ്ങനെ ഹത്താ യകൂനുൽ ബഗിയു, ഇതവസാനം ഒരു വലിയൊരു അക്രമത്തിലേക്ക്, വലിയൊരു അടിപിടിയിലേക്ക്, കൊലപാതകങ്ങളിലേക്ക് വരെ എത്തിപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഇവിടെ സംജാതമാകും. ഈ ഒരു രൂപത്തിലുള്ള അസുഖങ്ങൾ ഈ സമുദായത്തിന് പിടിപെടുക തന്നെ ചെയ്യുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ നാം ഇന്ന് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ അത് എപ്പോഴും നാം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.